വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. വാഴയ്ക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഒരു കാര്യം ഓർമ്മ വന്നത്. ഹലോ, നല്ല വെയിലുണ്ട്. ഇന്നത്തെ പരിപാടി ലുലു പോകണം, ഫിഷ് വാങ്ങണം, രാത്രിയിൽ ബാർബിക്യൂ ഗ്രിൽഡ് ഫിഷ്. അത് തന്നെ, ഗ്രിൽഡ് ഫിഷിലുള്ള ആക്സസറീസും ഫിഷും ഒക്കെ വാങ്ങാൻ വേണ്ടി നേരെ ലുലു പോയി. ഫസ്റ്റ് തന്നെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നട്ടുച്ചയ്ക്ക് ഇറങ്ങിയതാട്ടോ. ആദ്യം തന്നെ KFC ചിക്കൻ. എനിക്കുള്ളത് ഒരു ഷവർമ വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആൻഡ് സാലഡ്, കൂടാതെ ഗ്രീൻ ആപ്പിൾ മോജിറ്റോ ആൻഡ് റാസ്ബെറി മോജിറ്റോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങൾ കഴിച്ച ഐറ്റംസ്. ഇനി നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങാം. അപ്പോൾ ഇതാണ് ബില്ല്, 588. ഇനി നേരെ പോയത് ഫിഷ് കൗണ്ടറിലേക്കാണ്. ഇവിടുത്തെ ഫിഷ് കണ്ടാൽ പിന്നെ എല്ലായിടത്തും ബാർബിക്യൂ ചെയ്യാൻ തോന്നും. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതും. പിന്നെ എല്ലാ ഫിഷും ഇവിടെ കിട്ടുന്ന മാതിരി ഉണ്ട് കേട്ടോ. സാൽമൺ മാത്രം കിട്ടിയില്ല. സാൽമൺ കിട്ടിയാൽ കൊള്ളാം എന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് സാൽമൺ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് നമ്മുടെ ക്ലീനിനാണല്ലേ. ഇനി തിലാപ്പിയയും. ഇതാണ് ലെതർ ജാക്കറ്റ്. ഏതായാലും പേരിട്ട ആൾക്കാരെ സമ്മതിക്കണം. നമ്മൾ ഒരിക്കലും മറക്കില്ല ഈ പേരുകളൊന്നും. ഈ ഫിഷ് ഞാൻ എവിടെ കണ്ടാൽ ലെതർ ജാക്കറ്റ് എന്ന് ഞാൻ ചാടി കയറി പറയും. ആ തരത്തിൽ ആയിട്ടുണ്ട്. ഓരോ ബോർഡും ഫിഷ് നെയിംസൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഫിഷ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർ പാക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ക്ലീൻ ചെയ്തിട്ട് ആ നേരം കൊണ്ട് ആക്സസറീസ്, ബാർബിക്യൂ ആക്സസറീസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ സ്റ്റാർട്ടർ എടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ലൈറ്റ് സ്റ്റാർട്ടർ, ഫയർ സ്റ്റാർട്ടർ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. അപ്പോൾ ഏതെടുക്കണം എന്നുള്ള രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ക്യൂബ്സ് ഉണ്ടല്ലോ, ഇതാണ് എടുത്തത്. കൂടാതെ ഇവിടെ കുറേ വെറൈറ്റീസ് ഓഫ് ഫയർ സ്റ്റാർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. തൽക്കാലം ക്യൂബ്സാണ് എടുത്തത്. പിന്നെ ഗ്രില്ലിൻ്റെ മെറ്റൽ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിഷ് റെഡിയായി, എല്ലാം വീട്ടിൽ കൊണ്ടുവന്നു, ക്ലീൻ ചെയ്ത് ഇനി മാരിനേഷൻ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ കൊത്തമല്ലി, ഗാർലിക്, പച്ചമുളക്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, ക്യൂമിൻ സീഡ്സ്, പിന്നെ മസാലപ്പൊടികൾ, അതായത് കൊറിയൻഡർ പൗഡർ, കുറച്ച് ഗരം മസാല പൗഡർ എന്നിവയെല്ലാം ഇട്ട് കുറച്ച് കേടും കൂടെ ഒഴിച്ച് നാരങ്ങ നീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മിക്സാണ്, നല്ല ടേസ്റ്റാണ്. ക്യൂമിൻ സീഡ്സ് മറക്കാതെ ഇടണം, അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഒരു ഫിഷ് എടുത്തിട്ട് ഞാൻ ഈ മസാലയാണ് ഞാനതിൽ പരക്കി കൊടുക്കുന്നത്. ഇപ്പോൾ അരച്ച മസാല. അപ്പോൾ ഞാൻ രണ്ട് ഫിഷിലും രണ്ട് തരത്തിലുള്ള മസാലയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഫിഷിൽ ഞാനാണ് മസാല അരച്ചത്. അപ്പോൾ ബാക്കിയുള്ള ഫിഷിൽ എൻ്റെ ബ്രദറാണ് മാരിനേഷൻ എല്ലാം ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും ടേസ്റ്റി എന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ എന്ന് വിചാരിച്ചൊരു ജസ്റ്റ് ഒരു സ്മോൾ കോൺടെസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ബാർബിക്യൂ കോൺടെസ്റ്റ്. വെരി ടൈറ്റ് കോമ്പറ്റീഷനാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഞാൻ നന്നായിട്ട് ലൈനൊക്കെ ഇട്ട് ഇതിൽ നന്നായിട്ട് പൊതിഞ്ഞ് മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി. ഇതെൻ്റെ ബ്രദറിൻ്റെ മാരിനേഷനാണ്. ഇത് ഏകദേശം ഞാൻ മാരിനേറ്റ് ചെയ്തത് പോലെയാണ്, പക്ഷേ അതിൽ കൂടുതലും വേറെ എന്തൊക്കെയോ മസാലകൾ ചേർത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ബ്രദർ നമുക്കൊരു ഓംലെറ്റ്, അതായത് തേങ്ങ, കൊച്ചുള്ളി, ഗാർലിക്കെല്ലാം ആയിട്ട് അടിപൊളി ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചാർക്കോളാണിത്. അപ്പോൾ ഈ ചാർക്കോൾ തേടി ഞങ്ങൾ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. ഇത് ലഭ്യം കുറവാണ്. കാരണം ഇപ്പോൾ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നപ്പോൾ ഒരുപാട് ചാർക്കോൾ വിറ്റുപോയി എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ചുണ്ണാമ്പ് തറയിൽ നിന്നാണ് ഈ ഒരു ചാർക്കോൾ പാക്കറ്റ് കിട്ടിയത്, 150 റുപ്പീസിന്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങൾ നോക്കാം. ബാർബിക്യൂ ലൈറ്ററാണിത്, ക്യൂബ്സാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വില 198 റുപ്പീസാണ്. കൂടാതെ ഫ്യൂൽ, ചാർക്കോൾ ഫ്യൂൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെറിയൊരു ജെല്ലി ടൈപ്പ് ഈ ബോട്ടിലിൽ കിട്ടും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം നമുക്ക്. ഇത് 98 റുപ്പീസാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഫയർ നന്നായിട്ട് ആ കനൽ നല്ല ചൂടായി നല്ല കട്ടിയിൽ നിൽക്കുക. പിന്നെ ഒരു ടോങ് വാങ്ങിയിട്ടുണ്ട്. ഇത് പക്ഷേ ചിക്കനാട്ടോ സെറ്റ് ആവുക, തിരിച്ച് മറിച്ച് വിടാൻ. ഫിഷിന് പറ്റില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ട് ഞാൻ ഫേസ് ചെയ്ത് കാണിച്ചത്. പിന്നെ നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള ഗ്രില്ല്. അപ്പോൾ നേരത്തെ തന്നെ ഞാൻ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി ഒരു മെത്ത ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫിഷിനെ അതിൽ കിടത്തിട്ടേ അതിന് വേണ്ടിയിട്ട്. ഇനി എൻ്റെ ബ്രദർ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഞാൻ ഫിഷെല്ലാം നേരത്തെ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫിഷെല്ലാം എടുത്ത് ഇപ്പോൾ പുറത്ത് വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എൻ്റെ വെജിറ്റബിൾസിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബ്രദർ ഇപ്പുറത്ത് ബാർബിക്യൂ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ആദ്യമേ കുറച്ച് കത്തും, പക്ഷേ അത് നല്ലൊരു കട്ട കനലായിരിക്കുമ്പോഴാണ് ഫിഷ് വെക്കാൻ പറ്റുക. അപ്പോൾ ഞാനിവിടെ ആദ്യമേ ആ കത്തുന്ന സമയത്ത് ഭയങ്കര പുകയല്ലേ, അപ്പോൾ ഞാൻ ഇങ്ങനെ അകത്ത് നിന്ന് ഇങ്ങനെ നോക്കുകയാണ്. ആ ഒരു പുക കണ്ണിലേക്ക് കുത്തും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യുന്നു. ആദ്യത്തെ ഫിഷ് ഒരെണ്ണം എടുത്തിട്ട് ഒരു ട്രയൽ നോക്കി, എത്രത്തോളം ടൈമിംഗ് എടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു സൈഡ് 5 to 10 മിനിറ്റ്സ്, അതർ സൈഡ് 5 to 10 മിനിറ്റ്സ് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലായിരിക്കുമ്പോഴാണ് ഫിഷ് വെക്കേണ്ടത്. കനൽ മാത്രമായിരിക്കുന്ന സമയത്ത് തീ കത്തുമ്പോൾ വെക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് എൻ്റെ ഊഴമാണ്. അപ്പോൾ ഞാൻ 3 ഫിഷ് അടുപ്പിച്ച് വെച്ചു. അപ്പോൾ ഇനി എൻ്റെ ഫിഷും കൂടെ ഇതിൽ ചേർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. 3 ഫിഷ് വെച്ചിട്ട് മേളിലിട്ടിരിക്കുന്നത് കുറച്ച് ബട്ടറാണ്. ബട്ടർ അതിലേക്ക് ഇട്ടാൽ അപ്പോൾ കട്ട പിടിച്ച് നിൽക്കുകയാണ്. അത് മെൽട്ടായിട്ടില്ല. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ വീശി കൊടുക്കുന്നുണ്ട്. കൂടെ ഞാനും വീശുന്നുണ്ട്, കാരണം അത്ര ചൂടാണ്. ഭയങ്കര കനലിൻ്റെ ചൂടും ക്ലൈമറ്റിൻ്റെ ചൂടും എല്ലാം കൂടെ ആയിട്ട് സോ ടയേർഡ് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്നാലും നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട വെയിറ്റിങ്ങിലാട്ടോ. അപ്പോൾ അത്രയ്ക്കും ചൂട് എടുക്കുന്നുണ്ട്. ബട്ട്
ഇറ്റ്സ് ഓക്കെ, അതൊക്കെ ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇടയ്ക്ക് ആദ്യത്തെ ഫിഷ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ടൈമിംഗ് എപ്പോഴാണ് എടുക്കേണ്ടത്, എപ്പോൾ തിരിച്ചിടണം എന്നൊക്കെ ഓൾമോസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ തിരിച്ചിടാൻ പോവുകയാണ്. ഇപ്പോൾ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് ഒരു 7 മിനിറ്റ്സ് ആണ് വെച്ചിരുന്നത്. അപ്പോഴേക്കും നല്ല മണമൊക്കെ വരാൻ തുടങ്ങി. ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ ഇങ്ങനെ കുത്തി വരും കേട്ടോ. പിന്നെ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ച് അതിലേക്ക് പ്ലേറ്റിലേക്കൊക്കെ ഇട്ടു. അപ്പോൾ നല്ല സുഖമാണ്. നേരത്തെ തന്നെ ഒരു ഘീയൊക്കെ ഒന്ന് ഗ്രില്ല് തടവി ചെയ്ത് കൊടുത്താലാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ ഫിഷയിൽ ഒട്ടിപ്പിടിക്കും. ഇത് നന്നായി ഗ്രില്ലായി വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിലാപ്പിയ ഉണ്ട്, ഇതിൽ കരിമീനുണ്ട്. ഇനി കരിമീനിന് കുറച്ചും കൂടെ വേവ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് കരിമീൻ മാത്രം ഞാൻ തനിയെ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് വരെ ഒന്ന് വെയിറ്റ് ചെയ്തു. പക്ഷേ അത് എടുക്കുമ്പോൾ അത് ഒട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വൺ സൈഡ് കുറച്ച് ആ ഒരു കനലിലേക്ക് വീണുപോയി. ഇതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് തകർത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചപ്പാത്തി എടുത്തിട്ട് ഇതിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഗ്യാസോ അല്ലെങ്കിൽ കരട്ടോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇന്ന് ഫുള്ളും ചാർക്കോൾ കുക്കിംഗ് ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ്. പക്ഷേ ഡെയിലി ഒന്നും പറ്റില്ല, വൺസ് ഇൻ എ വൈലൊക്കെ ആണെങ്കിൽ ഓക്കെ, അതെല്ലാം നല്ല നല്ല എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ ഇതിലിങ്ങനെ ചുട്ട ചപ്പാത്തിയൊക്കെ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ? ഇതും ആ ഒരു ഫിഷൊക്കെ കൂട്ടി കുറച്ച് കേടൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ അടിപൊളി, നല്ലൊരു എക്സ്പീരിയൻസും നല്ല ടേസ്റ്റും. എല്ലാവരും ഒത്തുകൂടുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടിട്ട് അങ്ങനെ കുറച്ച് ചപ്പാത്തീസ് എല്ലാം കനലിൽ ഇങ്ങനെ ചുട്ടെടുത്ത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വേണമെങ്കിൽ കീ തടവാം, ഇല്ലെങ്കിൽ വേണ്ട. കീ തടവിയാൽ കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടും. പിന്നെ ആദ്യമേ ഒന്നൊന്ന് ചുട്ടൊക്കെ നോക്കിയപ്പോൾ ഓക്കേന്ന് തോന്നിയപ്പോൾ 2 ഒരുമിച്ച് ചുട്ടെടുക്കാനൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തീസ് എല്ലാം റെഡിയായി. ഇനി കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ കാസറോളിൽ ഇങ്ങനെ ചുട്ടി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ടയേർഡായി, കുറേ നേരം ഇരിക്കാൻ പറ്റും. ഏകദേശം ഒരു 1 to 2 hours ഒക്കെ ആയി കേട്ടോ. കാലൊക്കെ ഇങ്ങനെ വേദന എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബട്ട് ഓക്കെ, ഇനി നേരെ കിച്ചണിലേക്ക്. അപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ ഇങ്ങനെ റെഡിയായി സെറ്റാക്കി ഇരിക്കുന്നുണ്ട്. കണ്ടാൽ തന്നെ അറിയാൻ പറ്റും, നല്ലൊരു മാരിനേഷനൊക്കെ നല്ല അടിപൊളിയായി പിടിച്ചിട്ടുണ്ട്, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം കറക്റ്റായിരുന്നു. ഉപ്പായാലും അതിൽ മസാല ആയാലും പിന്നെ അതിൻ്റെ ആ കുക്കായതൊക്കെ പെർഫെക്റ്റ് കുക്കിംഗ് ആയിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ ചപ്പാത്തീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചാർക്കോൾ ചപ്പാത്തീസ്, പിന്നെ ഗ്രിൽഡ് ഫിഷ്, എല്ലാം കൂടെ നമ്മുടെ ഒരു അടിപൊളി ഡിന്നറായിരുന്നു ഇന്ന്, ബാർബിക്യൂ ഡിന്നർ. അപ്പോഴാണ് ആലോചിച്ചത് നമ്മുടെ കമ്പൂച്ച, അതായത് ഞാൻ നേരത്തെ ഇതിന് മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പൂച്ച ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്, ഒരു 2 ഫ്ലേവറിൽ ഇരിക്കുന്നുണ്ടല്ലേ. അതിലൊരു ലിച്ചി റോസ് കമ്പൂച്ച ലുലുന്ന് വാങ്ങിയതാണ്. അതൊന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റാക്കാം എന്ന് വിചാരിച്ച് ഓപ്പൺ ചെയ്തപ്പോഴാണ് അതിൻ്റെ അകത്തൊരു സ്ലൈസ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു നൊരയൊക്കെ പുറത്തേക്ക് ചാടി വന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് പുറത്ത് പോയി. അപ്പോൾ ഈ ഒരു റോസ് കമ്പൂച്ച അടിപൊളിയായിട്ട് നല്ല പഞ്ചും ഉണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ലിച്ചി റോസ് ആണ് ഇത്. അൽഫോൻസോ മാംഗോ എടുക്കരുത്, അത് ഒരു ടേസ്റ്റും ഇല്ല. എടുക്കുകയാണെങ്കിൽ ഇതെടുക്കാം, ബെറി മിക്സ് എടുക്കാം. ഇനിയും ഉണ്ട് ഫ്രിഡ്ജിൽ, അത് ട്രൈ ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഹാപ്പി ടിന്നർ. ഇനി വിന്നർ ആരാന്ന് ചോദിച്ചാൽ 2 പേര് വിന്നേഴ്സായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.